ഈ ടാരോയെയും ജ്യോതിഷത്തെയും ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻസ് സാറിന്റെ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ടാരോ കാർഡുകളെ കുറിച്ച് പറയുന്ന രോഹിത്, നമ്മളല്ല കാർഡുകളുടെ അടുത്ത് പോകുന്നുള്ളതാണ്. നമ്മുടെ ഇതുമായിട്ട് ലൈഫുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന കാർഡുകളാണ് വാങ്ങേണ്ടത്. കാരണം ജീവിതം എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്. ഓക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ചധികം കാർഡുകളെടുത്ത് സിറ്റുവേഷൻ വിശകലനം ചെയ്യണം. എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ യെസ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്? ജ്യോതിഷത്തിന് ഒരാളുടെ ജീവിതം മുഴുവൻ പറയാൻ പറ്റും, പക്ഷെ ടാരോയ്ക്ക് അത്ര പറയാൻ പറ്റില്ല. ഈ ടാരോ ഒക്കെ റീഡ് ചെയ്യുന്നവരൊക്കെ മന്ത്രവാദിയാണ്. എന്നെ തന്നെ രണ്ടു മൂന്നിൽ വിളിച്ചിട്ട് മന്ത്രവാദം ചെയ്യുമെന്ന് ചോദിച്ചു. ഈ ചില ആളുകളെയൊക്കെ പരിചയപ്പെടുമ്പോൾ അവർ പറയാറുണ്ട്, ഞങ്ങൾ ഗൂഗിൾ നോക്കിയിട്ട് ടാരോ പഠിച്ചവരാണ്, ഈ ടാരോ ഞങ്ങൾ അങ്ങനെ വാങ്ങിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് സ്വന്തം ആവശ്യത്തിന്. അപ്പോൾ ഒരാളൊരു ടാരോ കാർഡ് ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഗൂഗിൾ നോക്കി പഠിച്ചിട്ട് വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ അയാളുടെ സ്വന്തം കാര്യം, ഇപ്പം ഞാൻ എൻ്റെ ഒരു താല്പര്യത്തിൻ്റെ പുറത്തൊന്നും വാങ്ങുന്നു പഠിക്കുന്നു സ്വന്തം ആവശ്യത്തിന്, ഇപ്പോൾ യെസ് ഓർ നോ നോക്കിയെന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏത് കാർഡാണ് പർച്ചേസ് ചെയ്യേണ്ടത്? ടാരോ കാർഡുകളെ കുറിച്ച് പറയുന്ന രോഹിത്, നമ്മളല്ല കാർഡുകളുടെ അടുത്ത് പോകുന്നുള്ളതാണ്. ഓക്കെ. നമ്മുടെ ഇതുമായിട്ട് ലൈഫുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന കാർഡുകളാണ് വാങ്ങേണ്ടത്. ഇപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഇപ്പോൾ റൈഡർ ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞു. റൈഡർ ആൻഡ് വൈറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും ഒരു വെസ്റ്റേൺ സിസ്റ്റത്തിലുള്ള കാർഡാണ്. എല്ലാം വെള്ളക്കാരാണ്. ഓക്കെ. അതിൽ ബ്ലാക്ക് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ ഡെവിൾ എന്ന് പറഞ്ഞ കാലത്ത് ബ്ലാക്ക് വന്നു, അത് നെഗറ്റീവാണ് വരുന്നത്. ഡെത്ത് എന്ന് പറയുന്ന ബ്ലാക്ക് നെഗറ്റീവാണ് വരുന്നത്. അതേസമയം നമ്മൾ മോഡേൺ ഡെക്കുകൾ പലതും നോക്കുമ്പോൾ ലൈറ്റ് സീസ് ടാരോ എന്ന് പറയുന്നൊരു കാർഡുണ്ട്. അതിലൊക്കെ കുറച്ചുകൂടി മോഡേൺ ഇതായിട്ടാണ് വരുന്നത്. അപ്പോൾ ഗൂഗിൾ നോക്കി പഠിക്കുന്ന ഒരു തെറ്റൂല. കാര്യം വെച്ചാൽ ടാരോ എങ്ങനെയാണെങ്കിൽ പഠിക്കാം. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രം അതൊരു ഗുരുവിൽ നിന്ന് പഠിക്കുന്നതായിരിക്കും. കാര്യം ചിലപ്പോൾ ഒരാൾ അഡ്വക്കേറ്റ് LLB എടുത്തു, അയാൾ അഡ്വക്കേറ്റ് ആവും ഇല്ല. അയാൾ ആദ്യം ഒരാളുടെ കീഴിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണം. ഒരു ഡോക്ടർ MBBS എടുത്തു, അയാൾ അത് പ്രാക്ടീസ് ചെയ്യണം. കാരണം ചെയ്യുന്നത് ശരിയാണോ അല്ല എന്നുള്ളത് ഒരു ഗുരുത്വത്തിലൂടെ അറിയണം. പേഴ്സണൽ കാര്യത്തിന് വേണ്ടി നമുക്ക് റൈഡർ ആൻഡ് വൈറ്റ്, സാധാരണ നമ്മൾ റൈഡർ ആൻഡ് വൈറ്റ് കാർഡ് മേടിച്ച് നമുക്കത് സമയമുണ്ടെങ്കിൽ, ഒരുപാട് സമയമുണ്ടെങ്കിൽ ഗൂഗിൾ നോക്കി പഠിക്കാവുന്നേ ഉള്ളൂ. സമയമില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ എനിക്ക് രാവിലെ ഇപ്പോൾ എൻ്റെ ബേസിക് നീഡ്, എനിക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട, ഞാൻ രാവിലെ ഇപ്പം അങ്ങ് പറഞ്ഞു ഇങ്ങോട്ട് വരണോ വേണ്ടത് ഞാൻ കാർഡ് അങ്ങനെയൊക്കെ ഉള്ള ഒരാൾക്കാണ്. ഇപ്പം ഞാൻ രാവിലെ തന്നെ ചിന്തിക്കുകയാണ് ഇന്ന അടുത്ത് പോകണോ വേണ്ടി, ജസ്റ്റ് ഒന്ന് ആരോടെങ്കിലും ഒരു സജഷൻ ചോദിക്കണം. അപ്പോൾ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല മറ്റൊരാളോട് ചോദിക്കാം. അങ്ങനെ എനിക്കൊരു കാർഡിനോട് ചോദിക്കണമെങ്കിൽ അതിനൊരു വഴി എങ്ങനെയായിരിക്കും? അതിന് ഏഞ്ചൽ ആൻസേഴ്സ് എന്ന് പറയുന്ന ഒരു കാർഡ്. ആ കാർഡ് ഞാൻ സത്യം പറഞ്ഞാൽ കൊണ്ടുവന്നിട്ടില്ല. അതൊരു ചെറിയ കാർഡാണ്. അതിൽ യെസ്, നോ, മേ ബി എന്നൊക്കെ പറഞ്ഞുള്ള 8 കാർഡുകളുണ്ട്. ഓക്കെ. ഏഞ്ചൽ ആൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഷഫിൾ ചെയ്തിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ കാർഡാണ് വരുന്നതെങ്കിൽ നമുക്ക് അത് നോക്കി പറയാം. പക്ഷെ നമ്മൾ ടാരോ ഉപയോഗിച്ചിരിക്കും യെസ് ഓർ നോ എടുക്കില്ല. കാര്യം എന്ന് വെച്ചാൽ യെസ് പറഞ്ഞാൽ എന്ത് കോൺസിക്വൻസ് ഉണ്ടാവും, നോ പറഞ്ഞാൽ എന്ത് ഉണ്ടാവും എന്നുകൂടി നമുക്കറിയാം. ഇപ്പോൾ ഇന്ന് യെസ് എന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താണ് കോൺസിക്വൻസ് ഉണ്ടാകുന്നത്. ആദ്യം എടുത്ത കാർഡ് അബണ്ടൻസ് എന്ന് പറയുന്ന കാർഡായിരുന്നു, പോസിറ്റീവ് എനർജിയുടെ കാർഡാണ്. രണ്ടാമത്തെ കാർഡും പോസിറ്റീവ് എനർജിയാണ്. പക്ഷേ നോ എന്ന് പറയുമ്പോൾ അത്ര ഇതായിട്ട് വന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇന്ന് നമ്മൾ എടുക്കുന്ന യെസ് അതൊരു പോസിറ്റീവായിട്ടുള്ള തീരുമാനമായിരിക്കും. എപ്പോഴും നമ്മൾ ചോദിക്കണം എന്ത് സംഭവിക്കും. ഇപ്പോൾ 2 ജോലിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ജോലിയുടെ ഗുണം എന്താണ്, രണ്ടാമത്തെ ജോലിയുടെ ഗുണം എന്താണ്, ആദ്യത്തെ ജോലിയിൽ എനിക്ക് ഇഷ്ടമുള്ള എന്താണ്, രണ്ടാമത്തെ ജോലിയിൽ എന്ത് റിസ്ക്, എങ്ങനെ നമ്മൾ എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യണം. 2 കാർഡുകൾ എടുത്തിട്ട് ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കരുത്. കാരണം ജീവിതം എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ചധികം കാർഡുകളെടുത്ത് സിറ്റുവേഷൻ വിശകലനം ചെയ്യണം. എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ യെസ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് നോ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് നമ്മുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്, അത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഭയമാണ് പലപ്പോഴും. മനസ്സിലായി. ആ ഭയത്തിന് നമ്മൾ അതിജീവിക്കുമ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്. ഓക്കെ സർ, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭൂതം, ഭാവി, വർത്തമാനം കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ജ്യോതിഷത്തെയാണ്. തീർച്ചയായും. അപ്പം സ്വാഭാവികമായിട്ടും ഈ ടാരോ എന്ന് പറയുന്ന ഒരു പാശ്ചാത്യ സംസ്കാരത്തിലൂടെ എടുത്ത ഒരു സംവിധാനമാണ്. അപ്പം ഈ ടാരോയെയും ജ്യോതിഷത്തെയും ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻസ് സാറിൻ്റെ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ രോഹിത്. സത്യം പറഞ്ഞാൽ ജ്യോതിഷത്തിൻ്റെ ഇതിൽ നിന്ന് തന്നെയാണ് ടാരോയുടെ ഇതും വരുന്നത്. അതായത് ജ്യോതിഷം വിശ്വസിക്കുന്നത് പഞ്ചഭൂതങ്ങളിലാണ്, അസ്ട്രോളജി. അതേപോലെ തന്നെ ടാരോയിലും വരുന്നത്. പിന്നെ പ്രധാനമായിട്ട് ജ്യോതിഷത്തിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷത്തിന് ഒരാളുടെ ജീവിതം മുഴുവൻ പറയാൻ പറ്റും, പക്ഷെ ടാരോയ്ക്ക് അത്ര പറയാൻ പറ്റില്ല. ടാരോയ്ക്ക് ഒരു 3 മാസം മുതൽ 1 വർഷം വരെ പ്രഡിക്ഷൻ പറ്റുള്ളൂ. പുറകോട്ടായാലും മുൻപോട്ടായാലും പുറകോട്ടായാലും. ബേസിക് റീഡിൽ നമ്മളിങ്ങനെ പാസ്റ്റ് ലൈഫ് എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ വേറെ ഇതിലേക്ക് പോകുന്നത്. നോർമൽ റീഡിലതേ പറ്റുള്ളൂ. ജ്യോതിഷത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ജനിച്ച സമയം, ദിവസവും, സ്ഥലവും അറിയണം, എന്നിട്ട് ബർത്ത് ചാർട്ട് വരയ്ക്കണം. ടാരോയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്കൊരാൾ വന്ന് സൈക്കോളജിക്കലി ഉള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ടാരോയ്ക്കാണ് ഏറ്റവും പറ്റുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ജ്യോതിഷത്തിൽ ഒരു കാലഘട്ടം, ഒരു ദശയിൽ ഇന്നൊക്കെ സംഭവിക്കാൻ പറ്റും. പക്ഷേ നാളെ എനിക്കെന്ത് സംഭവിക്കുന്നു, അടുത്ത ആഴ്ച എനിക്കെന്ത് സംഭവിക്കുന്നു, ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നു, അതിനെന്ത് സംഭവിക്കും,
അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എനിക്ക് എന്ന് ബ്രേക്കപ്പ് എന്ന് ശരിയാവും എന്ന ആ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് ടാരോ കാർഡുകൾക്കാണ് കുറച്ച്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ ഈ ടാരോ പ്രചാരത്തിലായി വരുന്നത്. ഈവൻ ടൈംസ് ഓഫ് ഇന്ത്യയിൽ പോലും ടാരോ കാർഡിന്റെ പ്രൊഡിക്ഷൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടില്ല എന്നുള്ളൂ, പക്ഷേ ടൈംസ് ഓഫ് ഇന്ത്യ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ടാരോ ഡെയിലി പ്രൊഡിക്ഷൻ. ആ ഓക്കെ. അപ്പം ഇത് തമ്മിൽ കണക്ട് ചെയ്യാം എല്ലാം തീർച്ചയായിട്ടും. അതായത് ജ്യോതിഷം പഠിക്കാൻ ഒരുപാട് വർഷവും സമയമാണ്. ഭയങ്കര കാൽക്കുലേഷൻ. കാരണം വെച്ചാൽ ജ്യോതിഷികൾ നമ്മുടെ സിസ്റ്റത്തിലുണ്ട്, 8 പേര് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് വെച്ചാൽ അതിൽ 30 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്ത ഒരാളുണ്ട്. അപ്പോൾ ആൾ പറയുന്നത് ജ്യോതിഷമാകുന്ന ഒരു കടലിൽ ഞാനൊരു ചെറുവിരൽ മാത്രമേ മുക്കിയിട്ടുള്ളൂ സാറേ. ആൾ 92 പഠിച്ചു തുടങ്ങിയതാണ്, പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ ടാരോ നമുക്ക് വേഗത്തിൽ പഠിക്കാന്നുള്ളതാണ്. അതാണ് ടാരോയുടെ ഏറ്റവും വലിയ അഡ്വാൻസ്. അത് ഞാനൊരാൾ ഇന്റർവ്യൂ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, ജ്യോതിഷം ഒരിക്കലും പഠിച്ചു തീർക്കാൻ പറ്റില്ല. കാരണം ഭൂമിയുടെ ചലനത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ ചലനത്തിനനുസരിച്ച് ജ്യോതിഷത്തിന്റെ രീതികൾ മാറിക്കൊണ്ടിരിക്കും. ഒരറ്റത്തു നിന്ന് തുടങ്ങി അങ്ങേ അറ്റം വരെ ഇങ്ങനെ പോകാൻ എത്തിപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ടാരോയിലാണെങ്കിൽ ഇന്ന് ഈ നിമിഷം എന്താണ് സംഭവിക്കുന്നത് നമുക്കൊരു ഉത്തരം ലഭിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഈ സാറ് പഠിപ്പിക്കുന്നതല്ലാതെ പേഴ്സണലി കൺസൾട്ടിങ് നടത്തുന്നുണ്ടോ? പേഴ്സണൽ കൺസൾട്ടിങ് രോഹിത് ഉണ്ടായിരുന്നു. അതായത് പഠിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഇത് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടണം. എനിക്കൊരു കാര്യത്തിൽ നിർബന്ധം എന്ന് വെച്ചാൽ റിസൾട്ട് കിട്ടിയാൽ മാത്രമേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ. കാരണം ആളുകളെ പറ്റിക്കാൻ പാടില്ല. അപ്പോൾ വ്യക്തി ജീവിതത്തിലും നമുക്കുള്ള ആളുകളുടെ ജീവിതത്തിലും പോസിറ്റീവ് റിസൾട്ട് കിട്ടിയ ശേഷമാണ് പഠിപ്പിക്കാൻ വന്നതിന് ശേഷം കൺസൾട്ടിങ് വളരെ കുറവാണ്. കാരണം വെച്ചാൽ ഞാനൊരു ദക്ഷിണ മാത്രമേ വാങ്ങാറുള്ളൂ. ഇപ്പോൾ ഒരു 301 രൂപയാണ് നമ്മുടെ ദക്ഷിണ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ഒരുപാട് പേര് വരുന്നുള്ളതുകൊണ്ട് തൽക്കാലം ഞാൻ കൺസൾട്ടിങ് എന്നുള്ളത് നിർത്തി വെച്ചിരിക്കും. കാരണം എൻ്റെ വിദ്യാർത്ഥികൾ കുറേ പേരുണ്ട്. അങ്ങനെ ആരെങ്കിലും പറയുന്നത് ഞാൻ അവർക്ക് ഡയറക്റ്റ് ചെയ്തു. കാരണം ഇനി അവർ വായിക്കട്ടെ, ഉറപ്പായിട്ടും എന്നാലാണല്ലോ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൺസൾട്ടേഷൻ ഇല്ല, ടീച്ചിങ് ആണ് പ്രധാനം. അതിൻ്റെ ഒരു മിഷനായിട്ട് ഞാൻ കാണുന്നു. ഓക്കെ. കാരണം അതാണ് ഈ ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ഒരുപാട് പേരിലേക്ക് എത്തുന്നു. അവർക്കെല്ലാവർക്കും ഒരു ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ റീഡേഴ്സിനൊക്കെ ഒരു ജീവിതമാർഗം കൂടിയാണ്. തീർച്ചയായിട്ടും. മാത്രമല്ല മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങ് വലിയൊരു ഇനിഷ്യേറ്റീവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ. അപ്പം അങ്ങ് ഗവൺമെൻറ് കോളേജിൽ അധ്യാപകനായിരുന്നു. അത് അങ്ങയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹം അങ്ങ് ലീവ് എടുക്കുന്നു. ഈ ടാരോ കാർഡിലേക്ക് വരുന്നു. അപ്പം അങ്ങയുടെ യൂട്യൂബ് ചാനലുകൾ നോക്കുമ്പോൾ പണ്ടങ്ങ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇംഗ്ലീഷാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ടാരോ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കൂടെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ എന്തിനാണ് താങ്കൾ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടോ? എന്നോട് ഒരാൾ പറഞ്ഞ ഒരാളാണ് ഈ ടാരോ ഒക്കെ റീഡ് ചെയ്യുന്നവരൊക്കെ മന്ത്രവാദികളാണ്, അറിവില്ല കൊണ്ട് പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ? 2 ചോദ്യങ്ങളുണ്ടായിരുന്നു അതിൽ. ഒന്ന് എന്ന് പറയുന്നത് വിമർശിച്ചിട്ടുണ്ടോ, 2 മന്ത്രവാദമാണെന്നുള്ളത്. അത് എന്നെ തന്നെ 2-3 വിളിച്ചിട്ട് മന്ത്രവാദം ചെയ്യുമെന്ന് ചോദിച്ചു. ടു ബി ഓണസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനത്തെ ഒരു ഇതും എന്നെ കൊണ്ട് പറ്റില്ല. ഇത് എന്താണ് കാർഡുകൾ, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഇത് ഇറങ്ങിയപ്പോൾ പലരും മൂക്കിൽ വിരൽ വെച്ച് ചോദിച്ചു എന്തിനാണിത് ചെയ്യുന്നതെന്ന് ചോദിച്ചു, ഇതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊരു പേർപ്പസ്, നമുക്ക് എല്ലാവർക്കും ഒരു നിയോഗമുണ്ട്. ഇപ്പോൾ എനിക്ക് കായികമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. എനിക്ക് പറ്റുന്നത് പഠിപ്പിക്കാനാണ്. അത് ഞാൻ ഓൺലൈനിൽ പഠിപ്പിച്ചാലും നേരിട്ട് പഠിപ്പിച്ചാലും അറിവ് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ നിയോഗം. അപ്പോൾ ഇതൊരു അറിവാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ടാണ് ഇതിലെ പല ബുക്കുകളും പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് മലയാളത്തിലെ ബുക്കുകൾ അവൈലബിൾ അല്ല. ഞാനൊരു ബുക്ക് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ടാരോ ഒരു സമ്പൂർണ്ണ ഗൈഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചെറിയൊരു 300 രൂപയ്ക്ക് എത്തിക്കുന്ന ആളുകളിലേക്ക് എന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ബുക്കും കൊണ്ട് വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ആ ഒരു അറിവ് ഇതിലേക്ക് വരുന്നതാണ്. മാത്രമല്ല ലിറ്ററേച്ചർ എനിക്ക് കുറേ കൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റിയത് ടാരോയിലേക്ക് വന്നപ്പോൾ. കാരണം ചില സിസ്റ്റംസ് ചിലത് കണക്റ്റഡ് ആണ്. അപ്പോൾ എന്നോട് മുഖത്ത് നോക്കി ആരും ചോദിച്ചിട്ടില്ല, പക്ഷെ ചിലർക്കൊക്കെ അസൂയുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ലൈഫ് ഓഫ് ഫ്രീഡമാണ്. മറ്റേത് നമ്മൾ പോകുന്നു ഒരു കെട്ടിയിട്ട ജീവിതമാണ്. ഇത് നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, നമ്മുടെ സമയമുണ്ട്. മാത്രമല്ല പലരും പറഞ്ഞു അങ്ങനൊരു ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ. മാത്രമല്ല ഇതിലൊരു ഒരുപാട് പേരെ സഹായിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് രോഹിത്. എൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്, ഞാൻ ലീവ് എടുത്തിട്ട് ഓൺലൈനിൽ പഠിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷാണ് പഠിപ്പിക്കാൻ നോക്കുന്നത്. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ നോക്കുമ്പോൾ നെറ്റ് കോച്ചിങ് ആണ് കൊടുക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. പക്ഷേ മാനസികമായിട്ട് എനിക്കറിയാം നെറ്റ് പഠിച്ചിട്ട് ഇപ്പോൾ ഇംഗ്ലീഷ് അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിൻ്റെ ഒരു പോസ്റ്റ് അടുത്തൊന്നും വരാൻ പോകുന്നില്ല. കാരണം ഞാൻ സർവീസിലുള്ള ആളായതുകൊണ്ട് എക്സസ് വേക്കൻസി ഉണ്ടെന്ന് എനിക്കറിയാം. ഇല്ലാത്തൊരു കാര്യം പഠിപ്പിച്ച് പറ്റിക്കാൻ വയ്യ. നമുക്ക് അങ്ങനെ ചെയ്തിട്ട് നമുക്ക് കാര്യമല്ലോ. പ്രതീക്ഷ കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ ചെയ്യില്ല. കാരണം എൻ്റെ ഐഡിയോളജിയുമായിട്ട് കുത്തുപോകുന്നതല്ല. ഈവൻ നമ്മൾ തന്നെ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ചാനലിലെ പല കോണ്ടന്റുമായിട്ട് എനിക്ക് റെസണേറ്റ് പറ്റില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത് നോക്കി താങ്കളുടെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വന്ന്
ഒരു ഘട്ടത്തിൽ ഞാൻ ടോട്ടൽ ഫെയിലിയർ ആയിരുന്നു. ഇൻ ദ സെൻസ് ഒരു മണിയുമില്ല, ആരോഗ്യമില്ല. അപ്പോൾ ഞാൻ മക്കളോടൊക്കെ പറയുന്നത് യു ഷുഡ് ഫോളോ യുവർ പാഷൻ, യു ഷുഡ് ഫോളോ യുവർ പാഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ടാരോയിൽ വന്നപ്പോൾ എനിക്ക് ഇത് ആളുകളിലേക്ക് എത്തിച്ച് എനിക്ക് വിജയിക്കണം, ആളുകൾക്കും വിജയിക്കണം. കാരണം വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ, വിജയം എന്ന് പറയുന്നത് കൂട്ടായതൊരു വിജയമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ ഞാൻ വിജയിച്ചു എന്നുള്ളതാണ് എനിക്ക്. അതായത് എനിക്ക് തിരിച്ച് സർവീസിൽ പോകുമായിരുന്നു അപ്പോൾ തന്നെ ലീവ് ക്യാൻസൽ ചെയ്തിട്ട്. അങ്ങനെ ഞാൻ പോരുന്നെങ്കിൽ എന്നും അവരുടെ മുന്നിൽ അവരെ ആലോചന അച്ഛൻ ഒരു കാര്യം ശ്രമിച്ചു, തോറ്റു. അച്ഛന് ആ ഒരു എനർജി ഞാൻ കൊടുത്തത്. മാത്രമല്ല ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഞാൻ എന്ത് പറഞ്ഞേനെ, നമ്മൾ പാഷനൊന്നും ഫോളോ ചെയ്തിട്ടൊരു കാര്യമില്ല, ഞാൻ കണ്ടില്ല, ഞാൻ ലീവ് എടുത്ത് ശ്രമിച്ചു. പക്ഷെ ഇന്ന് എനിക്ക് തിരിച്ചു വന്നിട്ട് എന്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കും മക്കളെ. നമ്മളാ പാഷൻ, നമ്മളെ മനസ്സ്, നമുക്ക് ആ ഒരു ഗൈഡൻസ് കിട്ടും. നമ്മൾ വിശ്വസിച്ചാൽ മതി, പീപ്പിൾ വിൽ കം ടു യു. ആളുകൾ നമ്മൾ ഇതാക്കും. ആ ഒരു സന്ദേശം നമുക്ക് കൊടുക്കാൻ പറ്റിയല്ലോ. മാത്രമല്ല ഞാൻ താങ്കളോട് പറഞ്ഞല്ലോ, നമ്മളൊരു വൃക്കം മാറ്റി വെച്ച ആളാണില്ല. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം നയിക്കുമ്പോൾ ഒരുപാട് പേര് വൃക്കരോഗം സഹിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊരു പ്രതീക്ഷയുടെ നാളെ നൽകാൻ പറ്റിയെന്ന് കാണിച്ചു കൊടുക്കാൻ തീർച്ചയായിട്ടും അതുപോലെ ഒരാളുണ്ട്, നിങ്ങൾ തളരേണ്ട കാര്യമില്ല. ഇല്ല, ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പം എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു സർ, കുറച്ച് നേരം സംസാരിക്കാൻ പറ്റും. എന്തായാലും അങ്ങയുടെ പുസ്തകം ഇറങ്ങുമ്പോൾ അതിനു മുമ്പ് ഒരിക്കൽ കൂടി ഇരിക്കാൻ സാധിക്കണം, ആ പുസ്തകം പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ സാധിക്കണം എന്നൊരാഗ്രഹമുണ്ട്. താങ്ക് യു. ഇത്രയും സുദീർഘമായിട്ട് സംസാരിച്ചതിനും പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയതിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു.